ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് നന്നാരി സർബത്തിൻ്റെയും നന്നാരി സിറപ്പ് എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്നുള്ള വീഡിയോ ആയിട്ടാണ്. ആദ്യം തന്നെ ഞാൻ 2 kg ഷുഗർ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കാരമലിൻ്റെ ടെക്സ്ചറായി വരുന്ന വരെ നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഷുഗർ നമ്മൾ കൈ വിടാണ്ട് സ്റ്റിർ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അത് അടിപ്പിടിക്കും. ഷുഗർ ഇവിടെ ചെറുതായിട്ടൊന്ന് മെൽറ്റായി വരുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് എഗ് വൈറ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം. എഗ് യോക്ക് വീഴാത്ത രീതിയിൽ എഗ്ഗിലൊന്ന് ഹോള് ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ എഗ് യോക്ക് വീഴില്ല. ഇഷ്ടമുള്ള മെത്തേഡിൽ ചെയ്യാം. അപ്പോൾ അതാ ഷുഗർ കുറച്ചായിട്ട് മെൽട്ടായി വരുന്നുണ്ട്. ഇനി ഇത് മെൽട്ടായി വരുന്നവരെ നന്നായിട്ടൊന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഷുഗർ നല്ലോണം തന്നെ മെൽട്ടായി വരുന്നുണ്ട്. കുറച്ച് ടൈമും കൂടി നമുക്കൊന്ന് കൈവിടാതെ ഒന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഷുഗർ ഈ ടെക്സ്ചറായി ഒന്ന് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് നന്നാരിൻ്റെ റൂട്ട്സ് നമ്മൾ ആദ്യം ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നന്നാരി റൂട്ട്സിൻ്റെ വെള്ളം ഒന്ന് നമുക്ക് ഈ മെൽറ്റ് ചെയ്ത ഷുഗറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കാം. സ്റ്റിർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ബബിൾസും പിന്നെ അതിൻ്റെ വേപ്പറൊക്കെ വരുന്നത്. ഇനി നമുക്ക് ഈ തിക്ക് ടെക്സ്ചർ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടി നന്നാരി റൂട്ട്സ് നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചത് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബോയിൽ ചെയ്യാം. നമുക്കൊരു സോസ് പാൻ എടുത്തിട്ട് അതിൽ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച നന്നാരി റൂട്ട്സ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് ബോയിൽ ചെയ്യാൻ ആവശ്യമായ വാട്ടർ നമുക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് ഇത് ബോയിൽ ചെയ്യാം. ഇത് ബോയിലായി വരുന്ന സമയം കൊണ്ട് നമുക്ക് നേരത്തെ ചെയ്ത് വെച്ച ആ ഷുഗർ ഒന്നും കൂടി ഒന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കാം. ഇപ്പോഴത്തെ ഷുഗറിൽ നന്നായിട്ട് ബബിൾസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ബോയിൽ ചെയ്യാൻ വെച്ച നന്നാരി റൂട്ട്സ് ഇവിടെ ബോയിലായി വന്നിട്ടുണ്ട്. ഇനി ആദ്യം നമ്മൾ ചെയ്ത പോലെ തന്നെ നന്നാരി റൂട്ട്സിൻ്റെ വാട്ടർ മാത്രം നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ വാട്ടർ ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ സ്റ്റിർ ചെയ്ത് കൊടുക്കാം. സ്റ്റിർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ വേസ്റ്റ് ഇങ്ങനെ മുകളിൽ വരുന്നത് കാണാം. അത് നമുക്കൊന്ന് ഇങ്ങനെ ഒരു ഡ്രൈനർ കൊണ്ട് നമുക്കൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഇത് ഷുഗറിൻ്റെയും നന്നാരി റൂട്ട്സിൻ്റെയും ബോയിൽ ചെയ്യുമ്പോഴുള്ള വേസ്റ്റാണിത്. ഇത് ഫുള്ളായിട്ട് തന്നെ നമുക്ക് ഡ്രെയിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇതാ നമ്മുടെ നന്നാരി സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ ഈ ടെക്സ്ചറിലാട്ടോ നമുക്കുള്ളത് നന്നാരി സിറപ്പ്. ഇതൊന്ന് തണുത്തിട്ട് നമുക്കെങ്ങനെ നന്നാരി സർബത്ത് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ നന്നാരി സർബത്ത് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നന്നാരി സിറപ്പ് ഒന്ന് ഡ്രെയിൻ ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഒഴിക്കാം. അപ്പോൾ നന്നാരി സിറപ്പ് ഞാൻ ഫുള്ളായിട്ട് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നന്നാരി സിറപ്പ് ഒരു ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ നന്നാരി സിറപ്പിൻ്റെ കളറ്. ഇനി ഇതൊന്ന് നമുക്ക് മൂടി വെക്കാം. ഇനി നമുക്ക് എങ്ങനെ നന്നാരി സിറപ്പ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ 3 ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റായ നന്നാരി സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഉള്ളത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാൻ ഇവിടെ 1 ടേബിൾ സ്പൂണാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഇവിടെ 1 ടീസ്പൂൺ ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് പുളിപ്പിന് ആവശ്യമായിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ഈ ലെമൺ ജ്യൂസ് ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ലെമൺ ജ്യൂസും സിറപ്പും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഐസ് കോൾഡ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം മിക്സായി വരുന്ന വഴി ഒന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ റീഫ്രഷും ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നന്നാരി സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് ഒരു ലെമണും കൂടിയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും നമ്മുടെ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.